നമസ്കാരം. എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് അല്ലേ? ചൈനയുടെയും ദുബായിയുടെയും വിദേശ രാജ്യങ്ങളിലെ വലിയ എയർപോർട്ടുകളും അവിടുത്തെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളും കണ്ട് നമ്മളൊക്കെ പണ്ട് വാപൊളിച്ചിരുന്ന ആ പഴയ കാലമൊക്കെ ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ അതിവേഗത്തിലുള്ള വികസനം കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഒരു വേറെ ലെവൽ കുതിപ്പാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത്. ആന്ധ്രാപ്രദേശിന്റെ വ്യോമയാന ചരിത്രത്തിൽ പുതിയൊരു സുവർണ അധ്യായം കൂടി കുറിച്ചുകൊണ്ട് സാക്ഷാൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ ഭോഗാപുരം ഗ്രീൻഫീൽഡ് എയർപോർട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായി സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് കേവലം ഒരു സാധാരണ എയർപോർട്ടിന്റെ ഉദ്ഘാടനം മാത്രമാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അത്യാധുനിക സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകളും വൻകിട റോഡ് ഊർജ പദ്ധതികളുമടക്കം അമ്പരപ്പിക്കുന്ന 17,900 കോടി രൂപയുടെ മെഗാ വികസന പദ്ധതികളാണ് ആന്ധ്രയുടെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് വെറുമൊരു വിമാനത്താവളമല്ല, ഇന്ത്യയുടെ മാറുന്ന മുഖത്തിന്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ്. വിശാഖപട്ടണം നഗരത്തിൽ നിന്ന് ഏകദേശം 40 മുതൽ 45 കിലോമീറ്റർ അകലെ വിസ്യാനഗരം ജില്ലയിലെ ദേശീയപാത 16 2200 ഏക്കറിലധികം വരുന്ന വിശാലമായ ഭൂമിയിലാണ് ഈ ദൃശ്യവിസ്മയം പണികഴിപ്പിച്ചിരിക്കുന്നത്. പ്രശസ്തമായ GMR ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഈ വിമാനത്താവളത്തിന് മറ്റൊരു ചരിത്രപരമായ പ്രത്യേകത കൂടിയുണ്ട്. അതായത് നിശ്ചിത സമയത്തിന് 5 മാസം മുൻപേ പണി പൂർത്തിയാക്കി ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ യാഥാർത്ഥ്യമായ ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളിൽ ഒന്നായി ഇത് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മാണ മികവ് എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ വൻകിട പദ്ധതിയിലൂടെ വടക്കൻ ആന്ധ്രയുടെ സമഗ്രമായ സാമ്പത്തിക വളർച്ചയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ലോകോത്തര നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഉറപ്പാക്കാനായി 5,640 കോടിയിലധികം രൂപയാണ് ഇതിന്റെ നിർമ്മാണത്തിനായി മാത്രം വിനിയോഗിച്ചിരിക്കുന്നത്. ഈ വലിയ തുകയിലൂടെ മേഖലയിലെ ഗതാഗത തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങുകയും സാധാരണക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ വളരെ എളുപ്പമാവുകയും ചെയ്യും. സ്വാതന്ത്ര്യ സമര സേനാനിയും ധീരനായ പോരാളിയുമായ അല്ലൂരി സീതാരാമരാജുവിന്റെ സ്മരണാർത്ഥം പേരിട്ടിരിക്കുന്ന ഈ വിമാനത്താവളത്തിന്റെ വാസ്തുവിദ്യയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം പരമ്പരാഗത തനിമയും ആധുനിക ഡിസൈനും ഇത്രമാത്രം മനോഹരമായി കോർത്തിണക്കിയ മറ്റൊരു ടെർമിനൽ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അരാക്കു താഴ്വരയിലെ പരമ്പരാഗത ഗോത്രവർഗ വീടുകളുടെ ശൈലിയും ബംഗാൾ ഉൾക്കടലിന്റെ സമുദ്ര പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്ന പറക്കുന്ന മീനിന്റെ ആകൃതിയും ഒക്കെ ചേർത്ത് വെച്ചാണ് ഈ ടെർമിനലിന്റെ മേൽക്കൂര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിറങ്ങുന്ന ഏത് വിദേശ സഞ്ചാരിയും നമ്മുടെ ഇന്ത്യൻ സംസ്കൃതിയുടെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെയും ആഴം കണ്ട് ശരിക്കും കണ്ണു തള്ളിപ്പോകും. ഒരു വിദേശി ഇവിടെ വന്നിറങ്ങുന്ന സമയം മുതൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറും എഞ്ചിനീയറിംഗ് വൈഭവവും അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന കണ്ണിന് കുളിർമ നൽകുന്ന തികച്ചും ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു അനുഭവമാണ് ഇത് സമ്മാനിക്കുന്നത്. വടക്കൻ ആന്ധ്രയുടെ ഈ അഭിമാന പദ്ധതി പ്രാദേശിക ടൂറിസത്തെയും വലിയ രീതിയിൽ ഉത്തേജിപ്പിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. വിദേശ സഞ്ചാരികളുടെ വരവ് ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി മേഖലയ്ക്കും വലിയൊരു ഉണർവ് തന്നെ നൽകും. ആദ്യഘട്ടത്തിൽ പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനാണ് ശേഷിയെങ്കിലും ഭാവിയിൽ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി 1,80,00,000 പേരെയും പിന്നീട് 4 കോടി യാത്രക്കാരെയും വരെ പ്രതിവർഷം ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഇത് ഘട്ടം ഘട്ടമായി വികസിപ്പിക്കാൻ സാധിക്കും. ബോയിങ് 777, 787 ഡ്രീം ലൈനർ, എയർബസ് A330 തുടങ്ങിയ ഭീമൻ വൈഡ് ബോഡി വിമാനങ്ങൾക്ക് സുരക്ഷിതമായി ഇറങ്ങാനും ടേക്ക് ഓഫ് ചെയ്യാനും സാധിക്കുന്ന 3800 മീറ്റർ നീളമുള്ള കോഡ് ഈ റൺവേയാണ് ഇതിന്റെ മറ്റൊരു കരുത്ത്. വിമാനത്താവളത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോമെട്രിക് പാസഞ്ചർ പ്രോസസിംഗ്, സെൽഫ് ബാഗേജ് ഡ്രോപ്പ്, ഡിജിറ്റൽ ബാഗേജ് ട്രാക്കിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇവിടെ യാത്രാ സൗകര്യങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിലുള്ള ചുഴലിക്കാറ്റിനെയും കനത്ത മഴയെയും ഒരേപോലെ ചെറുത്തു നിൽക്കാൻ ഈ ആധുനിക ടെർമിനലിന് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ഷോഭങ്ങളെ പോലും യാതൊരു ഭയവുമില്ലാതെ നേരിടാൻ ഈ സമുച്ചയത്തിന് കഴിയും. മരുന്ന്, ഇലക്ട്രോണിക്സ്, സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി കുതിച്ചുയർത്തുന്നതിനായി കോൾഡ് ചെയിൻ സൗകര്യങ്ങളോടുകൂടിയ 25,000 മെട്രിക് ടൺ ശേഷിയുള്ള അത്യാധുനിക കാർഗോ ടെർമിനലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതിക്ക് പൂർണ്ണമായും പ്രാധാന്യം നൽകിക്കൊണ്ട് പ്ലാറ്റിനം ഗ്രീൻ ബിൽഡിംഗ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇതിന്റെ ഓരോ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്.
5 മെഗാവാട്ട് സൗരോർജ്ജ പ്ലാന്റ്, മഴവെള്ള സംഭരണികൾ, പുനരുപയോഗിച്ച ജലത്തിന്റെ വലിയൊരു ശതമാനം വിനിയോഗിക്കാനുള്ള സംവിധാനം, ഊർജ്ജക്ഷമതയുള്ള വെന്റിലേഷൻ എന്നിവയെല്ലാം ഇതിന്റെ ഹരിത മുഖത്തിന് മാറ്റുകൂട്ടുന്നു. ഉദ്ഘാടന വേളയിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് 13,500-ലധികം ഗോത്രവർഗ വനിതകളും വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച പരമ്പരാഗത ദിംസ നൃത്തം ചടങ്ങിന് അവിസ്മരണീയമായ തിളക്കമാണ് നൽകിയെന്നതിൽ തർക്കമില്ല. ഇത്തരം വലിയ സാംസ്കാരിക പരിപാടികൾ നമ്മുടെ നാടിന്റെ തനിമ ലോകത്തിന് മുന്നിൽ വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഉദ്ഘാടന മാമാങ്കം ആന്ധ്രയുടെ സാംസ്കാരിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള ഒരു സുവർണ അധ്യായമായി മാറിക്കഴിഞ്ഞു. ഭോഗാപുര വിമാനത്താവളത്തിന്റെ യാഥാർത്ഥ്യമാക്കലോടെ വിശാഖപട്ടണം, വിസിയാനഗരം, ശ്രീകാകുളം തുടങ്ങിയ വടക്കൻ ആന്ധ്ര മേഖലകളിൽ ടൂറിസം, IT, ഫാർമസ്യൂട്ടിക്കൽ, വ്യവസായ മേഖലകൾ എന്നിവയ്ക്ക് ഇനി പുതിയ കുതിച്ചുചാട്ടത്തിന്റെ സുവർണകാലമാണ്. വിദേശ നിക്ഷേപങ്ങളും പുതിയ തൊഴിലവസരങ്ങളും ഈ മേഖലയിലേക്ക് വൻതോതിൽ ഒഴുകിയെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നിലവിലെ വിശാഖപട്ടണം സിവിൽ എയർപോർട്ടിന് മികച്ചൊരു പകരക്കാരനായി മാറുന്ന ഈ അന്താരാഷ്ട്ര വിമാനത്താവളം വടക്കൻ ആന്ധ്രയുടെ സമഗ്രമായ സാമ്പത്തിക വികസനത്തിന് വലിയ ഊർജമാണ് പകരുന്നത്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുടെ വികസനം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ വന്നു കണ്ട് അത്ഭുതപ്പെടുന്ന ഇന്ത്യയുടെ പുതിയ മുഖമാണ് ഭോഗാപുരത്ത് നാം കാണുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെട്ടിരിക്കുന്നു. വികസനത്തിന്റെ ഈ വേഗത വരും നാളുകളിൽ നമ്മുടെ ഭാരതത്തെ ലോകത്തിന്റെ നെറുകെ എത്തിക്കുമെന്നതിൽ സംശയമില്ല. കൂടാതെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടൊപ്പം തന്നെ പ്രാദേശിക ജനതയ്ക്ക് നേരിട്ടും അല്ലാതെയുമായി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് തുറക്കപ്പെടുന്നത്. ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിലെല്ലാം ഇതിന്റെ പ്രതിഫലനം വളരെ വലുതായിരിക്കും. ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്തതയിലേക്കും ആഗോള സാമ്പത്തിക ശക്തിയിലേക്കും നടത്തുന്ന കുതിപ്പിൽ ഇത്തരം നഗരേതര വിമാനത്താവളങ്ങൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വികസന മാതൃകകൾ ഇന്ന് ചെറിയ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിപുലമായ വികസന പദ്ധതികൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും എത്തിക്കുമ്പോൾ അത് സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഗ്രാമങ്ങളെയും നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളും വ്യോമപാതകളും ഒരു രാജ്യത്തിന്റെ ജീവനാഡിയാണെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആന്ധ്രാപ്രദേശിന്റെ ഈ പുതിയ മുന്നേറ്റം വടക്കൻ മേഖലയിലെ വ്യാവസായിക കുതിപ്പിന് അടിത്തറയിടുന്നുവെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കയറ്റുമതി ശേഷിയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നഗരങ്ങളിലെ തിരക്കുകളിൽ നിന്നൊക്കെയൊന്നും മാറി പുതിയ വ്യവസായ ഹബ്ബുകൾ രൂപപ്പെടുന്നതോടെ ആളുകൾക്ക് വലിയ നഗരങ്ങളിലേക്ക് മാത്രം കുടിയേറേണ്ടി വരുന്ന അവസ്ഥ മാറുകയാണ്. പ്രാദേശികമായി തന്നെ തൊഴിൽ സാധ്യതകളും മികച്ച ജീവിത സാഹചര്യങ്ങളും ലഭ്യമാകുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമാകുന്നു. പരിസ്ഥിതി സൗഹൃദപരമായ വികസന മാതൃകകൾ പിന്തുടരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഭോഗാപുരം എയർപോർട്ടിന്റെ നിർമ്മാണത്തിൽ ഹരിത ഊർജത്തിന് നൽകിയിരിക്കുന്ന മുൻഗണന വരും കാലങ്ങളിലെ മറ്റു വലിയ പദ്ധതികൾക്കും മാതൃകയാക്കാവുന്നതാണ്. പ്രകൃതിക്ക് കോട്ടം തട്ടാതെ എങ്ങനെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കാമെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഇവിടെ നാം കാണുന്നത്. സൗരോർജത്തിന്റെ ഉപയോഗവും മഴവെള്ള സംരക്ഷണ സംവിധാനങ്ങളും ഭാവി തലമുറയ്ക്കായി കരുതുന്ന കരുതലിന്റെ ഭാഗം കൂടിയാണ്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതിന്റെ തെളിവാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം ലോകരാഷ്ട്രങ്ങൾ പോലും ഇപ്പോൾ വളരെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഒരു കാലത്ത് സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്ന രാജ്യം ഇന്ന് സ്വന്തം കാലിൽ നിൽക്കുക മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നിരവധി വലിയ പദ്ധതികൾ അതിവേഗം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ യുവശക്തിയും എഞ്ചിനീയറിംഗ് മികവും ഓരോ ദിവസവും പുതിയ ഉയരങ്ങൾ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയെല്ലാം ഫലമായി ആഗോള ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമായി മാറിക്കഴിഞ്ഞു. ഈ മാറ്റങ്ങൾ ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ വികസന കുതിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.